എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമ്മളൊരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്രഷർ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നതെങ്കിൽ വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4 മുതൽ 5 വിസിൽ വരെ എടുക്കും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. ഇപ്പോൾ ഒരു 5 വിസിൽ വന്നിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്താൽ മതിയാവും. എണ്ണ ഒന്ന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് രണ്ടും കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഇതൊന്ന് ചെറിയ തീയിലിട്ട് അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ മസാലയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറ്റി നല്ല മസാലയൊക്കെ പുരണ്ടി വരുന്നൊരു പാകത്തിനാക്കിയെടുക്കണം. നമുക്കതിനായിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി ഈ മസാലയെല്ലാം നന്നായിട്ട് ബീഫിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഇതിനകത്തോട്ട് ഒരു ചെറിയ സവോളയുടെ പകുതി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഉള്ളിയൊന്നും വാടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് അങ്ങനെ തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബീഫ് ഫ്രൈ ആണ്. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.